നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മുടെ കുറേ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ഒക്കെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞൊരു ആഹ്വാനമൊക്കെ നടത്തിയ വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി. ഈ എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും ചിന്തകന്മാരും ഒക്കെ ഈ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവർ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് വോട്ട് ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല, സമൂഹത്തിന് അതൊരു അക്സെപ്റ്റബിളാണ്. എന്നാൽ അതേസമയത്ത് ഇപ്പോൾ എന്നെ കണക്കുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ഇടതുപക്ഷത്തിനെതിരായിട്ട് വരച്ചാൽ അത് ശരിയല്ല. അവൻ കൊങ്ങിയാണ്, സംഖ്യയാണ് എന്നൊക്കെ മുദ്ര കുത്തിയിട്ട് അവനെ ചീത്ത വിളിക്കാനായിട്ട് ആൾക്കാരിങ്ങനെ സൈബർ കമ്മികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതേസമയത്ത് നമ്മൾ ആദരിക്കുന്ന എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മീറ്റിംഗ് കൂടുന്നതും വോട്ട് ചോദിക്കുന്നതൊന്നും ഒരു കുഴപ്പമല്ല. അത് നല്ലതാണ്, അത് അങ്ങനെ വേണ്ടതാണ്. ഈ ഒരു ഇരട്ടത്താപ്പിനെതിരെ അവർ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പിനെതിരെയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് ഇത് കാർട്ടൂണിന് റഫ് ഇട്ടിട്ടില്ല, നമുക്ക് ആദ്യം തൊട്ട് റഫ് ഇട്ട് ഇന്ന് തുടങ്ങാം. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. ഇത് നമ്മുടെ നിലമ്പൂരെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സാംസ്കാരിക നായകന്മാരുടെ എന്ന് അവകാശപ്പെടുന്ന എഴുത്തുകാരുടെ സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്ന കുറേ ആൾക്കാർ ചേർന്നിട്ടൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ സാംസ്കാരിക നായകന്മാരുടെ അവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മളിത് വായിക്കുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എഴുത്തുകാരുടെ മൊത്തം കുത്തകാവകാശം ഏറ്റെടുത്ത കുറച്ച് ഇടതുപക്ഷ എഴുത്തുകാരുടെയും സാംസ്കാരിക നായകന്മാരുടെയൊക്കെ ഒരു പ്രസ്താവനയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ എഴുത്തുകാരുടെ മൊത്തം പിന്തുണ നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാർട്ടൂൺ ഇടതുപക്ഷത്തിനെതിരായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ സൈബർ കമ്മികൾ വന്നിട്ട് പറയുന്നത് നമ്മളൊരു പാർട്ടിക്ക് മാത്രമായിട്ട് വേണ്ടിയിട്ട് വരയ്ക്കുന്ന, കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ സംഘിയെന്നോ കൊങ്ങിയെന്നോ ഒക്കെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് വരയ്ക്കുന്ന ആളാണ് താനെന്ന് ഉള്ള ഈ പള്ളുവിളിയാണ് ഇവരുടെ ഈ സൈബർ കമ്മികളുടെ ഒരു പ്രധാന വിനോദം. പക്ഷേ അത് കണക്ക് നമ്മളെ സ്വാധീനിച്ച ഒരുപാട് എഴുത്തുകാർ കൂട്ടം കൂടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ആദരിക്കുന്ന, നമ്മൾ വായിക്കുന്ന ഈ സാഹിത്യകാരന്മാരാണ് എല്ലാവരും കൂടെ എല്ലാവരുമല്ല, ഈ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ ഒത്തുചേർന്നിട്ട് പറയുന്നത് ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യാവുള്ളൂ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഭയങ്കര മഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആത്മരോഷം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം ഒരു സാഹിത്യ നായകനാണ് നമ്മൾ. സാഹിത്യ നായകൻ വോട്ട് ആഹ്വാനം ചെയ്യുന്നതാണ്. ഇവർക്കൊന്നും സ്വതന്ത്രമായ നിലപാടോ കാര്യങ്ങളും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഇവരെല്ലാവരും ഈ ആജ്ഞാനുവർത്തികളാണ്, ഇടതുപക്ഷത്തിൻ്റെ ആജ്ഞാനുവർത്തികളാണ്. എന്നിട്ട് നിഷ്പക്ഷരാന്ന് അഭിനയിച്ചുകൊണ്ട് ഈ മറ്റേ ഇടത് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക. ഇവരോട് ആഭിമുഖ്യമുള്ള എഴുത്തുകാർക്കും കലാകാരന്മാർക്കും എന്തും ആകാം, അവരെ ഒന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതേസമയത്ത് മറ്റേ കോൺഗ്രസ് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടോ വരയ്ക്കുന്നവർ മാത്രമാണ് കുറ്റക്കാർ, നിഷ്പക്ഷർ അല്ലാത്തവർ. അങ്ങനെ ചെയ്തുകൂടാ, ഒരു കലാകാരൻ അങ്ങനെ ചെയ്തുകൂടാ. പക്ഷേ ഇവരുടെ കലാകാരന്മാർക്ക് അങ്ങനെ ചെയ്യാം. അതാണ് ഈ ഇരട്ടത്താപ്പിൻ്റെ ഒരു മുഖമുദ്ര. ഇയാളുടെ കാലിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ അടിമച്ചങ്ങല കെട്ടിയിരിക്കുകയാണ്. ഇത് ഈ ചങ്ങല ഇങ്ങനെ കൊണ്ട് ബന്ധിപ്പിക്കുന്നതാണ്. അത് ഈ ചങ്ങലയുടെ കണ്ണികളൊക്കെ വരയ്ക്കാനുള്ളതുകൊണ്ട് ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വരച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാം. ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സാധാരണക്കാരനൊരു വോട്ടർ ഇത് കണ്ടുകൊണ്ട് അന്തം വിട്ട് നോക്കി, ഇവരുടെ ഈ നിഷ്പക്ഷത കണ്ടിട്ട്. ഇവരുടെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ, ഈ ഭരണക്കാരുടെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങാനും അവരുടെ ചില നക്കാപ്പിച്ചുകൾ കൈപ്പറ്റാനുമായിട്ടാണ് ഇവർ ഈ സേവ ചെയ്ത് പിടിച്ച് നിൽക്കുന്നത്. ഇവർ പലരും അന്നന്ന് കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന ടീമുകളാണ്. അതായത് മാറി മാറി വരുന്ന സർക്കാരുകളെ സോപ്പിട്ട് പദവികളും അവാർഡുകളും സ്ഥാനമാനങ്ങളും ഒക്കെ വാങ്ങുന്ന ടീമുകളാണ്. പക്ഷെ നമ്മൾ ഒരു സാധനം ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇവരുടെ ഭരണക്കാരുടെ ഒരു മോശം പ്രവൃത്തിക്ക് എതിരായിട്ടൊരെണ്ണം വരച്ചു കഴിഞ്ഞാൽ അവൻ കുറ്റവാളിയാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റേ ഭരണത്തിന് എതിരായിട്ട് വരച്ചുകൂടാ. അതാണ് അവരുടെ ഒരു നിലപാട്. അപ്പം മറ്റേ റഫ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിലമ്പൂരിൽ നിന്ന് എഴുതാം, അല്ലെങ്കിൽ ആളുകൾ ചിലർക്ക് മനസ്സിലാകത്തില്ല. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. നമ്മുടെ നവകേരളത്തിലെ പുതിയ സാംസ്കാരിക നായകൻ വേടൻ ഏതായാലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല വോട്ട് ചോദിച്ചുകൊണ്ട്. ഉടനെ അധികം താമസിക്കാതെ തന്നെ വരുമായിരിക്കും. ഇപ്പം കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുമൊക്കെ വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുകയാണ്. ഇതാണ് അവരുടെ സ്വാതന്ത്ര്യം.